ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ രാവിലെ കന്യാകുമാരി എത്തി. നേരെ റൂമിൽ പോയി ഫ്രഷ് ആയതിന് ശേഷം വിവേകാനന്ദ പാറയും അതുപോലെ തിരുവള്ളുവർ സ്റ്റാച്യു ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ പുറത്തുനിന്നൊരു എൻട്രി ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയതിന് ശേഷം പിന്നെ ഒരു ബോട്ട് പോയിട്ടാണ് നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത്. അപ്പോൾ ക്യൂ നിൽക്കാൻ തയ്യാറായിട്ട് മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി. കാണാൻ പോകുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഞാൻ 2-3 തവണ പോയി. ആ ഒരു എല്ലാ തവണയും ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ ഞങ്ങളതുപോലെ ബോട്ടിൽ കയറി. ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ തന്നെ എടുക്കാം. അവിടെ നിന്ന് എടുത്തിട്ട് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ആ ബോട്ടിൽ കയറുന്നത്. അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ അവിടെ അഴിച്ച് വെക്കുകയും വേണം. ഞങ്ങൾ ബോട്ടിൽ കയറിയ മുതൽ നല്ല മഴയായിരുന്നു. പിന്നെ ബോട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് മഴയൊന്നും നിന്നത്. എല്ലാവരും പിറകിലുണ്ട്. നല്ല തിരക്കുണ്ട് ഇന്ന്. പിന്നെ അതുപോലെ ഈ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു ടിക്കറ്റ് കൂടി എടുക്കണം. ഇതിൻ്റെ മേളിൽ കയറണമെങ്കിൽ വേറൊരു ടിക്കറ്റ് കൂടി അവിടെ നിന്ന് എടുക്കണം, പുറമേ എടുത്തത് കൂടാതെ. അതുപോലെ തന്നെ നമ്മൾ മേളിലേക്ക് പോകുമ്പോൾ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ചിട്ട് മാത്രമേ പോകാനും പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് അഴിച്ചു വെച്ചതിന് ശേഷം പിന്നെ സ്റ്റെപ്പ് കയറി മേളിൽ പോകണം. അങ്ങനെ മേളിൽ വന്ന് അപ്പോൾ ഈ കാണുന്നത് പാർവതി ദേവിയുടെ കാൽപാദമാണെന്നാണ് പറയുന്നത്. അതും വരുന്ന ആൾക്കാരിങ്ങനെ വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ വിവേകാനന്ദ പാറയിൽ നിന്ന് നമ്മൾ പുറത്ത് അല്ലെങ്കിൽ കരയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്ന വ്യൂ എല്ലാം. നല്ല രസമാണ്. മഴക്കാറുണ്ട്, എന്നാലും നല്ല ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. വേറൊരു മഴയത്താണെങ്കിലും നല്ലൊരു വൈബാണിത്. നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നത് ഒരു നല്ല ചൂടുള്ള സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ നമ്മളത്ര വലിയ ചൂട് അറിയില്ല അവിടുന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വിവേകാനന്ദ സ്റ്റാച്യു ഉള്ള ഒരു മണ്ഡപത്തിലേക്കാണ് പോകുന്നത്. അവിടുന്ന് സ്റ്റെപ്പ് കയറി മേളിലോട്ട് വരണം. അതിനുള്ളിൽ ക്യാമറയൊന്നും അലൗഡ് അല്ല. അപ്പം അതിൻ്റെ പുറത്തുനിന്ന് ഉള്ളിൽ കയറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുള്ള ഈ വ്യൂ ആണിത്. കാണുന്നതാണ് സ്റ്റാച്യു. അപ്പോൾ അവിടുന്ന് നേരെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാലുള്ള വ്യൂവും അടിപൊളിയാണ്. നല്ല ഫുൾ കടലായിട്ട്, ചുറ്റിനും കടലായിട്ടുള്ള ഒരു വ്യൂ ആണിത്. പിന്നെ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്, ഇത് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും, എന്നാലും കാണാത്ത അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വന്നത് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട്. അപ്പോൾ ആ ഹാളിലേക്കാണ്. അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നമ്മളെ പോലെ വരുന്ന ആൾക്കാർ അവിടെ കയറിയിട്ട് ഇരുന്ന് ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്നതിനും ഒരു 2 ആഴ്ച മുമ്പേ ആണ് ഞങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അവിടെ വന്നിട്ട് ധ്യാനത്തിന് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി വരുന്ന ആ ഒരു ഹാളാണ് മെഡിറ്റേഷൻ ഹാൾ എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം വരുന്ന ടൈമിലൊക്കെ ഈ തിരുവള്ളുവർ സ്റ്റാച്യൂയുടെ ഉള്ളിൽ കടത്തി വിടുമായിരുന്നു. ഇപ്പം പക്ഷേ അങ്ങോട്ടേക്ക് പണി നടക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഇപ്പം കടത്തി വിടുന്നില്ല. ആ സമയത്ത് വരുമ്പോൾ സനോൻ്റെ അച്ഛനും കൂടെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതും ഒരു ഓർമ്മയാണിപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ, അച്ഛനുണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. കുറേ ടൈം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ കന്യാകുമാരി ടെമ്പിളിലേക്ക് വന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളെന്തായാലും പൈസ കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം രാത്രി വരെ അവിടെ തന്നെ ആയിരുന്നു. അവിടെ തന്നെ നിന്ന്. ഇത് നൈറ്റ് വ്യൂ ആണ്. വിവേകാനന്ദ പാറയും അതുപോലെ തിരുവള്ളുവർ സ്റ്റാച്യൂയുടെ നൈറ്റ് വ്യൂ ആണിത്. മൊത്തം ലൈറ്റ്സൊക്കെ ഇട്ടിട്ടാണുള്ളത്. പിന്നെ ലേറ്റായതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ സൺറൈസ് കാണാമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് ഞങ്ങളുടെ ടെറസിൽ ഞങ്ങളെ ഹോട്ടൽ റൂമിൻ്റെ മേളിൽ പോയിട്ട് നോക്കി. പക്ഷേ മഴക്കാറും എന്നാൽ നല്ല മഴയും കാരണം സൺറൈസ് ഒന്നും കണ്ടിട്ടില്ല.
ഇതാ ഈ വിവേകാനന്ദ പറയും സ്റ്റാച്യു ഉള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ ആ ദൂരെ കാണുന്നത്. രാവിലെ ഉള്ളത് ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുള്ള സമയത്ത് ഞങ്ങൾ വന്ന് സൂര്യൻ വരുമല്ലോ എന്ന് ചോദിച്ച് കുറേ സമയം നോക്കി നിന്ന്. പക്ഷേങ്കിൽ മഴക്കാറ് കാരണം ഇല്ല. അതുപോലെ കുറേ ഹോട്ടലിൻ്റെ മേളിലുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അതാ അവിടെയുള്ള ലൈറ്റ് ഹൗസിലെ ലൈറ്റാണത് കാണുന്നത്. പിന്നെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ വന്നത് ഗാന്ധി സ്മൃതി മണ്ഡപത്തിലേക്കാണ്. പിന്നെ അത് ഗാന്ധിജിയുടെ എന്താ പറയുക ചിതാഭസ്മം വെച്ച കടലിലൊഴുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ വെച്ച സ്ഥലമാണ് ഇതാ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ മേളിലേക്ക് നേരെ മേളിലായിട്ട് ഒരു ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിതാഭസ്മം വെച്ചത് ആകാശം മേളിൽ കാണണം എന്നുള്ള ഒരിതുകൊണ്ട് അങ്ങനെ ഹോൾസാക്കി വെച്ചതെന്നാണ് അവിടുന്ന് പറഞ്ഞു തന്നത്. അവിടെ കാണാനും പറ്റും ആ ഒരു വാർപ്പിൻ്റെ മേളിലായിട്ടൊരു ഹോൾസ്. ഈ ഹോൾസ് കാണുന്നത് അങ്ങനെ വെച്ചതാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഗാന്ധിജിയുടെ കുറേ ഫോട്ടോസും പിന്നെ ഓരോ എന്താ പറയുക സത്യാഗ്രഹങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ്, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൻ്റെ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന മൊത്തം വ്യൂ ആണിത്. ഇത് വിവേകാനന്ദ പറയുമൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഗാന്ധി സ്മൃതി മണ്ഡപമൊക്കെ കണ്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്നല്ല ട്രെയിൻ കയറുന്നത്, നാഗർകോവിൽ ടൗണിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് ട്രെയിനുള്ളത്. ട്രെയിനാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വരുന്നതും ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ നാട്ടിലോട്ട് വരുന്നതും. അപ്പോൾ സ്റ്റേഷനിലെത്തി കഴിഞ്ഞപ്പോൾ സ്റ്റേഷനാണെങ്കിൽ നല്ല സീനറി ഉള്ള ഒരു അടിപൊളി സ്റ്റേഷനാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് സാധാരണ പോയി ഇരിക്കുമ്പോൾ മടുപ്പോ ഒന്നും ഉണ്ടാവില്ല. നല്ല തണുത്ത കാറ്റൊക്കെയുള്ള നല്ല അടിപൊളി സീനറി ആയിട്ടുള്ള സ്റ്റേഷനുമാണ് അവിടെ. അപ്പോൾ ട്രെയിൻ വന്നതിന് ശേഷം ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നാട്ടിലേക്കും ട്രെയിൻ ഉണ്ടായിരുന്നു. അതും ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ട്രിവാൻഡ്രം കന്യാകുമാരി പോയിട്ടുള്ള ഈ വിശേഷങ്ങളാണ് ഞാൻ ഈ മുന്നേയുള്ള 2 വീഡിയോകളിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും അല്ലെങ്കിൽ പുതിയൊരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.